Hello guys, welcome back to another video of SH Vlogs and Games. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് another ഈ ഫുട്ബോൾ വീഡിയോ. നമ്മുടെ ഇപ്പൊ അറഫുണ്ട്. ഇത് നമ്മൾ കുറെ നാളിന് ശേഷമാണ് ഒരു ഗെയിമിംഗ് വീഡിയോ. അതും ഈ ഫുട്ബോൾ അടിപൊളി പ്ലേയേഴ്സ് ആണ്. കണ്ടാ ഇത് അതെ 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 ഇതൊക്കെ ഉണ്ട് എന്റെ എപ്പാ അൺനോൺ പ്ലെയർ വരുന്നുണ്ട് എന്റെ അപ്പോൾ അതന്നെ. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. കണ്ടാ CF കണ്ടാ 105ന്റെ അർലിക് അതെ അതെ പിന്നെ റഫിനിയ, മെസ്സി, പെഡ്രി, ജോഷുവ, പിന്നെ ഫോഡൻ, പിന്നെ എനിക്കറിയില്ല ആരാ, പിന്നെ വാൻഡൈക്ക്, പിന്നെ ഇതാരാ, ഇത് ഡയോട്ട്, പിന്നെ ഇത് അലക്സാണ്ടർ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാസയ്ക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബാസയുടെ ഗോളി വിക്ടർ അതന്നെ. പിന്നെ സബിലൊക്കെ ഉണ്ട്. പിന്നെ 100ന്റെ ജീക്ക് കിടക്കണ്ട. എന്നാലും ഞങ്ങള് 99ന്റെ ജീക്കല്ലോ ബാസ. പിന്നെ 104ന്റെ ബേറ്റോ. 98 സോറി 98 അല്ല ബഗ്ഗാണ് ഇത് തോന്നുന്നത്. 104. അപ്പൊ ഇതോ അയ്യോ സോറി, അത് ശരിക്കുള്ള ലെവല്, അപ്ഗ്രേഡ് ലെവൽ ഇതാ. 104ന്റെ ബെബേറ്റോ, പിന്നെ ST 98ന്റെ നെയ്മർ, 101ന്റെ ബെലെ, പിന്നെ 101ന്റെ എംബാപ്പെ, പിന്നെ 100ന്റെ ഹാരിക്കെയിൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇഞ്ചാതി പ്ലേസ്. ഒരു AMF ഉണ്ട്, ഫ്രാങ്ക് അതന്നെ. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നേരെ കളിയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മൾ ബാർസലോണ വേഴ്സസ് ബാർസലോണയാണ്. നമ്മൾ ഇജാതിയാണ്, പൊളിക്കോസ്കിയാണ്, അമ്പഡോസ്കിയാണ്, അതാണ് ഇതാണ് മറിച്ചതാന്നൊക്കെ പറയും. കളിക്കറിയും അല്ല കളിക്കറിയില്ല. അതെ സോറി. പ്രോ പ്ലെയർ ആണ് ഗൈസ്. എന്നെ തോപ്പിക്ക് ഇന്ത്യയുടെ 20 പ്ലെയറിനെ കൊണ്ട് പറ്റിട്ടില്ല. എന്താ ചെയ്യാ, തള്ളിയിട്ട് ഇത് കളിക്കാം. തള്ളി വീടുമ്പോ പറയും പാവം വീട്. അപ്പൊ നേരെ കളിക്ക് ഇറങ്ങാം. ഓക്കെ, ആദ്യത്തെ മൂഞ്ചൻ ഇപ്പോ ഇവിടെ കാണുന്നു. പിന്നെ നമ്മൾ പാസറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ബൈസൈക്കിളൊക്കെ അടിക്കണം. ബൈസൈക്കിൾ ട്രിക്ക് നമ്മളൊന്ന് ഇൻസ്റ്റയിൽ കണ്ടല്ലേ. അത് അപ്ലോഡ് ചെയ്തില്ല. ആ ഗോളടാ ഇത് എങ്ങോട്ടാ ചോദിക്കും. അടിക്കട ചൂട്ട്. വേണ്ട. വട്ട് പിടിച്ചു മോനെ ഇന്നും കൊണ്ട് ഒരു ഗോൾ അടിക്കും. കളിക്കറിയില്ലല്ലോ, ഒരാദ്യം പറഞ്ഞു. പാസ്വേഡ് വെണ്ടങ്ങയുടെ പരിപാടിയാണ്. വെണ്ടങ്ങ അതെ നമ്മുടെ വേൾഡ് ഷോർട്ടസ്റ്റ് റഫറി ഇൻ ദ വേൾഡ്, RF ഡിസൂസ. ഷോർട്ടസ്റ്റ് മെസ്സിയൊക്കെ പോയി. മെസ്സിയുടെ വഴിക്ക് പോയി. മെസ്സിയാണപ്പോൾ ചായ പിടിച്ചുകൊണ്ടിരിക്കണ്ടോ?
മച്ചാനെ എടുത്ത് പാഴ്സറ്റ് എടുക്കടാ. ഓടിക്കണോ? ഓർക്കണു. ഒരു കുരിപ്പോട് കേറി വന്നു. അപ്പ ഷൂട്ട് പഠിച്ചോ. അപ്പൊ നമ്മള് ആദ്യത്തെ ഗോള് അടിച്ചിരിക്കുന്നു. ഒരു സെലിബ്രേഷൻ അടിപൊളി. പെട്ടെന്ന് തന്നെ ഒരു മരത്തോണ്ടുള്ള ശവപ്പെട്ടി റെഡിയാക്കൂ. നമ്മുടെ എരിക്ക് ചത്തിരിക്കണു. ആകെ എനിക്ക് ആകെ കാണാൻ കൊള്ളാവുന്നതും കളിക്കാൻ കൊള്ളാവുന്ന ആകെയുള്ള സേഫാണ്. കൊല്ലല്ലേ, മാമനോടൊന്നും തോന്നല്ലേ. മുണ്ണി മുണ്ണി ചത്തപ്പ ഇപ്പൊ ശവപ്പെട്ടി പോയി പെല്ലടൊക്കെ ഇവന്റില് വന്നതായിരുന്നു. അപ്പൊ എന്താ ചെയ്യ? ഏതാ കഴിവ്? ഇനിയിപ്പൊ അവന്റെ ശവപ്പെട്ടി എടുത്ത് ഒന്ന് കൊടുക്കേണ്ടി വരുമോ? എന്തിനാ? നിന്റെ അടുത്തോട് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നതാണ്. നീക്ക് എന്തിന്റെ കഴപ്പാടാ നിനക്ക്? അറഫിനോട് ഒരു കാര്യം കൂടി പറയാണ്ട്. ഇത് യൂട്യൂബില് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ്. ഓവർ ഫേക്ക് വേണ്ടോ? അതൊന്നും വിചാരിക്കരുത് മച്ചാനെ. എത്ര നേരെ പോയി 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 ബൈസൈക്കിൾ. ബൈസൈക്കിളിങ് ആണത്. എനിക്ക് ഡൗട്ട് ഉണ്ട്. കളി കഴിഞ്ഞു. അല്ല, കളി കഴിഞ്ഞില്ല. ഹാഫ് ടൈം ആയി. നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. അവന്മാര് 0 അടിച്ചു. നമ്മുടെ എറിക്കിന്റെ ശവപ്പെട്ടി എടുക്കാൻ പോയിണ്ട്. നമ്മുടെ മെസ്സിയണ്ണനെ മേടിക്കാൻ വിട്ടിട്ടുണ്ട്. മെസ്സിയണ്ണ അടിപൊളി സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ മെസ്സി നമ്മുടെ കളി കഴിഞ്ഞിട്ട് പോണല്ലോ എന്ന് പറയുന്നുണ്ട്. എല്ലാത്തൊരു ശവം തന്നെ. ഇവിടെ മെസ്സി മെസ്സി ശവപ്പെട്ടി ഉണ്ടാക്കി. മെസ്സി പേടിക്കാൻ എടുക്കാൻ പോകുന്ന പറഞ്ഞു. അവൻ ശവപ്പെട്ടി പണിയില്ലേ പുതിയതായിട്ട് മരം വെട്ടി രക്തചന്ദനൊക്കെ മുറിച്ച് അതിപ്പോ നീ എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് രക്തചന്ദനത്തിനോണ്ട് പുഷ്പനെ ഫ്രീ ഫയർ പുഷ്പ കൊണ്ടുവന്നിട്ടുണ്ട്. പുഷ്പ മെസ്സിയണ്ണന് കൊടുത്തിട്ടുണ്ട്. ഇനി മെസ്സിയണ്ണൻ അത് എടുക്കണു. പിന്നെ നമ്മളെ സുഖമായിട്ട് മെസ്സിയണ്ണ ശവപ്പെട്ടി ഉണ്ടാക്കല് കുറെ നാളായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. ബിസിനസ് കൊണ്ട് ആൾക്ക് കിട്ടിയിട്ടുണ്ട് 10-20 കോടി. കാരണം ചത്ത എല്ലാ പ്ലേസിലും ശവപ്പെട്ടി ഉണ്ടാക്കണ പരിപാടിയാണ് നമ്മുടെ മെസ്സിക്ക്. അപ്പൊ മെസ്സി ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. നീ അവരെ കൂടി പരിഗണിക്ക്. ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, വേണമെന്ന് വെച്ച് പറഞ്ഞല്ലോ. നിന് വീട്ടിൽ വെറുതല്ലോ. മെസ്സിനെ അങ്ങനെ കുറ്റം പറയില്ല. മെസ്സി ഫാന് ആണ് ഞാൻ. മെസ്സിനെ കുറ്റം പറയണില്ല. ഈ ഫുട്ബോളത്തെ മെസ്സി റിയൽ ലൈഫിലൊക്കെ നല്ല മെസ്സി തന്നെയാണ്. ഇല്ലാതെ മെസ്സി അല്ലാതെ പറയുമ്പോ മൊത്തമായിട്ട് പറയണം. പെഡ്രി വന്ന് പറയും. കാരണം ഒരു ഇഞ്ചിന്റെ വീട്ടിക്ക് അത് ഗോൾ വരുന്നില്ലേ. ആ ഗോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ മെസ്സിനെ ഇഷ്ടമുള്ളവര് കമന്റ് ബോക്സിൽ നീല ഹാർട്ട് കൊടുത്തിട്ട് ഇതാക്കുക. മെസ്സിയുടെ ചവപ്പട്ടി പണി കഴിഞ്ഞിരിക്കണു. എന്നിട്ട് എന്ത് അയാൾ എടുക്കാൻ പോയില്ല. ആരെടുക്കാൻ പോയി? എറുക്കനെ കുഴിച്ചിടാൻ. പോയി വെറുതെ ചിപ്പിയിട്ട് ഗോളാക്കാൻ. നല്ല ഒരു ഇതായിരുന്നു. ഒരു ഷൂട്ട് അടിച്ചിട്ട് സാധാ ഷൂട്ട് അടിച്ച് കിട്ടിയ കൊള്ളാടാ. എറിക്ക് പോയപ്പോ ആദ്യം ഇതോട് പോയി. ഗെയിം പ്ലേ അവർക്ക് RMF ചത്ത്. അപ്പോൾ നമ്മുടെ സ്വന്തം ആരേനർക്കും. അയ്യോ, യമാലിനെ കാണാനില്ല. യമാല് ചത്തടാ. യമാൽ ചത്തില്ല. ഞാൻ ഓഫാക്കി വെച്ചേക്കുന്നു. സോറി. യമാലിന്റെ മറ്റേലിട്ടേ
എന്തില് ഇനി ബെബീറ്റോടെ പകരം അല്ലെ എർക്കിന്റെ പകരം പോയത് ഇനി നമ്മുടെ ഇവനാണ്. അയ്യോ പോയി. ആളെ ക്രോസ് ബാർ അടിച്ച് കഴിഞ്ഞ് അനക്ക് 1,00,000 ബാഴ്സലോണയുടെ മാനേജർ അനക്ക് തരുന്നതായിരിക്കും. 1,00,000 തെറിയോ? എന്തോ ഈശ ഷോട്ട് ഞാൻ ഇപ്പൊ കളഞ്ഞു. 2 റണ്ണ ഞാൻ ഇപ്പൊ കളഞ്ഞു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ കൂട്ടുകാരി എവിടെയാണോ പോയി. 2-0 ബാർസലോണയെ നമ്മൾ പൊട്ടിക്കും. അപ്പൊ ഈ ഒരു ബാഴ്സലോണ 2 ബാർസലോണ ഓപ്പോസിറ്റ് ടീമിലത്തെ ബാർസലോണയെ നമ്മൾ കൊണ്ടു. നമ്മുടെ എവിടെ അവിടെ ക്ലിയർ മാത്രല്ലോ. ക്ലിയറിന്റെ അവിടെ ഷൂട്ടിന്റെ അവിടെ അവരുടെ പമ്പൊക്കെ ടാക്കിൾ പിടിച്ചു ഒടിച്ചവിടെ ഇട്ടുണ്ട് പോരെ. കാലും കൈ ഒന്നും ഒടിച്ചിട്ട് മെസ്സിയാണെന്ന് കുറച്ച് സന്തോഷം. കൊണ്ടില്ല മെസ്സി എന്നാക്കണം ടാക്കിളിങ്. മെസ്സിയുടെ ടാക്കിളിങ് ആ ബോൾ വെച്ചിട്ട് ഉടക്കി കളിക്കണം. ചെക്ക ബോൾ എടുത്ത് ഓടി പട്ടാണ് പോയി. കഷ്ടം ലീഗിന്റെ ബോൾ മുതലാണ് തന്നെ നാശിക്കുന്നു. അപ്പൊ നമ്മള് വീണ്ടും അടിക്കട ഷൂട്ട് പടക്കട കേറ്റി വിട്ടോ. 4 മിനിറ്റ് കൂടി 4 മിനിറ്റ് കൂടി നാലടത്തിട്ടൊക്കെ നമ്മള് കേറ്റി സ്കില്ലൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു മൂഞ്ചിപ്പിച്ചു. ഒറ്റ മിനിറ്റിലായിരുന്നു പോയി. മെസ്സി ആണ് നമ്മള് നമുക്ക് തമിഴ്നാടത്തെ ചണ്ടോട്ടുകാരെ വിളിക്കാം. ഓരോ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര എല്ലാം ക്ലെയിം ചെയ്യാൻ പിന്നെ ക്ലെയിം ഇവിടെ പോയിട്ട് റൊണാൾഡോ അവിടെ കിടക്കണ്ടല്ലോ. ഇവിടെ പോയിട്ട് അതാ കിടക്കണേ. വാടാ നീ ഇല്ലാത്തോണ്ട് ഞാൻ കൊറേ കഷ്ടപ്പെട്ടു. അവനോട് വലിയ ഉപകാരം. അപ്പോൾ ഗൈസ് അപ്പൊ ഞാൻ പറയും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ഇൻസ്റ്റാ അക്കൗണ്ട് പോയി ഇങ്ങനത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ വീഡിയോകൾ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ബൈ.